കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ എം രമയ്ക്ക് പെൻഷൻ ഓർഡർ കിട്ടി. ഡോക്ടർ എം രമയ്ക്ക് 3 മാസമായിട്ടും പെൻഷൻ ലഭിച്ചിരുന്നില്ല. ഹൈക്കോടതി ഇടപെട്ടിട്ടും രമയ്ക്ക് പെൻഷൻ നിഷേധിച്ചിരുന്നു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? SFIക്കെതിരെ വിമർശനം ഉന്നയിച്ച റിട്ടയർഡ് അധ്യാപികയായിരുന്നു കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ എം രമ. ഇവർ പ്രധാനമായും പറഞ്ഞത് 3 മാസമായി തനിക്ക് ലഭിക്കാനുള്ള പെൻഷൻ തടഞ്ഞു വെക്കുകയാണ് എന്നൊരു കാര്യമാണ് പറഞ്ഞത്. ഈ പെൻഷൻ ലഭ്യമാക്കണമെന്ന് പറഞ്ഞ ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ഈ ഹൈക്കോടതി ഉത്തരവൊക്കെ തന്നെയും നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ഇവർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. അത്തരത്തിൽ തുടർന്ന് താൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ രമ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെയും വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർക്ക് പെൻഷൻ ലഭിച്ചുകൊണ്ടുള്ള പെൻഷൻ ഓർഡർ ലഭ്യമായി എന്ന് മഞ്ചേശ്വരം കോളേജിൽ നിന്നും അറിയിച്ചതായി രമ ഇപ്പോൾ ഈ വിവരം പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ SFI വിരുദ്ധ പ്രവർത്തനങ്ങളെ, കലാലയ വിരുദ്ധ പ്രവർത്തനങ്ങളെ ഒക്കെ തന്നെയും വലിയൊരു രീതിയിൽ രൂക്ഷമായി വിമർശിച്ച ഒരു അധ്യാപിക തന്നെയായിരുന്നു. SFI പ്രവർത്തകർ നടത്തുന്ന കലാലയ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള നടപടി എടുത്തിരുന്ന ഒരു അധ്യാപക. ഇടതുപക്ഷ സംഘടനകളാണ് തനിക്ക് ഇത്തരത്തിൽ പെൻഷൻ അനുവദിക്കാത്തത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും വളരെ വ്യക്തമായി രമ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർക്ക് പെൻഷൻ ഓർഡർ ലഭ്യമായിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 3 മാസത്തെ പെൻഷൻ ആയിരുന്നു. 3 മാസമായിട്ട് ഇവർക്ക് പെൻഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. ഏറ്റവും അവസാനം ഇവർ മഞ്ചേശ്വരം കോളേജിൽ സേവനം അനുഷ്ഠിച്ചതിന് ശേഷമാണ് പിന്നീട് വിരമിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ പെൻഷൻ ഓർഡർ ലഭിച്ചു എന്നാണ് മഞ്ചേശ്വരം കോളേജിൽ നിന്നും അധികൃതർ അറിയിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ദേവിക, ദിസ്ന, അതോടൊപ്പം തന്നെ നമുക്ക് വളരെ വ്യക്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ SFIയുടെ ചില പ്രവർത്തനങ്ങൾക്കെതിരെ അധ്യാപിക നിലകൊണ്ടതുകൊണ്ട് മാത്രം അവരുടെ പെൻഷൻ തടഞ്ഞു വെക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 3 മാസത്തോളം കാലം അവരുടെ അർഹമായ പെൻഷൻ തുക വിട്ടു നൽകാതെ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിയമ പോരാട്ടങ്ങൾക്കിടെ ഹൈക്കോടതി ഇടപെട്ടിട്ടും രമയ്ക്ക് പെൻഷൻ നിഷേധിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷവും ഒരുപാട് പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ആ പെൻഷൻ തുക അവരുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നത്, അല്ലേ? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ SFI നടത്തിയ ക്രിമിനൽ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു പകപോക്കൽ നടപടി ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് രമ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരുന്നത്. അതായത് SFI കലാലയങ്ങളിൽ നടത്തിയ വിരുദ്ധ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് SFIയുടെ നേതൃത്വത്തിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ തന്നെയും നിശിതമായി വിമർശിക്കുന്ന ഒരു പ്രിൻസിപ്പൽ ആയിരുന്നു രമ. ഇതിനെതിരെ വ്യാപകമായി ആ ജോലിയിൽ ഇരിക്കുന്ന സമയം തന്നെ വ്യാപകമായി SFIയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിക്രമവും നേരിട്ടിരുന്നു. ഇതിന്റെ മുൻവൈരാഗ്യമാണ് തന്നോട് ഇത്തരത്തിൽ പെൻഷൻ നിഷേധിക്കുന്ന എന്ന് അധ്യാപിക വ്യക്തമാക്കിയിരുന്നു. മാർച്ചിലാണ് രമ റിട്ടയർഡ് ആയത്. ഇതുവരെ അവർക്ക് പെൻഷൻ അനുവദിച്ചിരുന്നില്ല. മാത്രമല്ല, ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയുടെ അനുകൂല വിധി ഇവർക്കുണ്ടായിരുന്നു. പെൻഷൻ ലഭ്യമാക്കണമെന്ന ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പലതവണ അപേക്ഷ നൽകിയെങ്കിലും DC ഫയൽ പഠിക്കണം എന്ന് കാണിച്ച് പരിഗണിക്കാതിരിക്കുകയായിരുന്നു. ഇടത് അധ്യാപക സംഘടനകളുടെ ഇടപെടലുകളാണ് നീതി നിഷേധത്തിന് പിന്നിൽ എന്ന് പറഞ്ഞ് ഇവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ അടുത്ത മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയുണ്ടായി. തുടർന്നാണ് ഇപ്പോൾ മഞ്ചേശ്വരം കോളേജിൽ ഇത്തരത്തിൽ ഈ പെൻഷൻ ഓർഡർ ലഭ്യമാക്കിയിട്ടുള്ള ഉത്തരവ് വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ദേവിക, റൈറ്റ്. കാസർഗോഡ് നിന്ന് ദിസ്ന സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.